LDFും അതുപോലെ തന്നെ UDFും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പല ഘട്ടങ്ങളിലും ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതിനുള്ള വിവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഈ ഒരു സഖ്യത്തെ കാണുന്നത്, ഈ ഒരു തീരുമാനത്തെ കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു കുതിപ്പായിട്ടാണ്. CPMകാരും കോൺഗ്രസ്സുകാരും മുതലക്കണ്ണുനീരൊഴുക്കുകയാണ് ഞങ്ങളുടെ ഈ സഖ്യത്തെ ഓർത്ത്. ഈ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ല, ഇന്ത്യ ഭരിക്കുന്ന 12 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. പോകുന്നവരെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വിശ്വാസമാണ്. പോകുന്നവർ പോകട്ടെ. അതിനെ തടയാനോ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയുമില്ല. ഇന്ന് 2020 പാർട്ടിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള, നിർണായകരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം 2012 ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് തുടങ്ങിയ 2020 കിഴക്കമ്പലം അസോസിയേഷൻ എന്ന പ്രസ്ഥാനമാണ് 2015 രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഒരു 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. അങ്ങനെ 2015 മത്സരിക്കുന്ന സമയത്ത് 2020 ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, എല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ അനുഭവപ്പെട്ട തിക്ത അനുഭവങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെ ആക്രമിച്ച് വേരോടെ പിഴുതെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയുണ്ടായി. ചിഹ്നം ലഭിക്കുന്നതിന് വരെ തടസ്സങ്ങളുണ്ടാക്കി. ബൂത്തുകളിൽ ഞങ്ങളുടെ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കി. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളാനായിട്ടുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ 2016 2020 പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടു. 2015 ഞങ്ങൾ മത്സരിച്ചപ്പോൾ കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ മാത്രം 19 വാർഡുകളിൽ 17 വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് ഞങ്ങളന്ന് ഭരണമേറ്റെടുത്തത്. ഞങ്ങൾ ഭരണമേറ്റെടുക്കുന്ന സമയത്ത് കിഴക്കമ്പലം പഞ്ചായത്ത് 39 ലക്ഷം രൂപ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. 2020 ഞങ്ങൾ ഭരണം പൂർത്തിയാക്കുമ്പോൾ ഈ 39 ലക്ഷം രൂപ കടം വീട്ടിയെന്ന് മാത്രമല്ല 13,57 ലക്ഷം രൂപ നിക്ഷേപം ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും 2020 കുറച്ചുകൂടി വിപുലമായിട്ട് സമീപ പഞ്ചായത്തുകൾ കൂടി മത്സരിക്കാനായിട്ടുള്ളൊരു തീരുമാനം ഞങ്ങളെടുത്തു. കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള കുന്നത്തുനാടിലെ തന്നെ 4 പഞ്ചായത്തുകളും പെരുമ്പാവൂരുള്ള ഒരു പഞ്ചായത്തും ഭാഗികമായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുകയും ഇവിടെയെല്ലാം മത്സരിച്ച് ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഞങ്ങൾക്ക് വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ 4 പഞ്ചായത്തുകളിലെ ഭരണം വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ത്യയിൽ തന്നെ വലിയൊരു മാറ്റം ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
എറണാകുളം ജില്ലയിൽ 8 നിയോജക മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ മത്സരത്തിനിറങ്ങിയത്. ഈ മത്സര സമയത്ത് കുന്നത്തുനാട് വിട്ട് മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഒരു വാർഡ് കമ്മിറ്റികൾ പോലും ഞങ്ങൾക്ക് ഇല്ലാതിരുന്നിട്ടും ഏതാണ്ട് 15.3% വോട്ടുകൾ ഞങ്ങൾക്ക് ഈ 8 നിയോജക മണ്ഡലങ്ങളായിട്ട് നേടാൻ സാധിച്ചു എന്നുള്ളത് പാർട്ടിയുടെ വലിയൊരു വിജയമാണ്. 2024 വന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലും പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു. അവിടെയും ഞങ്ങൾക്ക് ഏതാണ്ട് 12.8% വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. 2025 വന്നപ്പോൾ ഞങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ കേരളത്തിലെ ഏതാണ്ട് 10ഓളം ജില്ലകളിൽ വ്യാപിപ്പിക്കുകയും അവിടെയെല്ലാം ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ല മുതൽ പാലക്കാട് ജില്ല വരെ ഏതാണ്ട് 882 വാർഡുകളിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചത്. ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള ഒരു വിജയം കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് കേരളത്തിലുള്ള 3 ദേശീയ മുന്നണികളോട് ഏറ്റുമുട്ടി, പ്രത്യേകിച്ച് LDF, UDF, NDA ഒറ്റയ്ക്ക് നിന്ന് 12.2% വോട്ട് നേടിയ കേരളത്തിലെ ഒരേ ഒരു പാർട്ടിയും ആദ്യത്തെ പാർട്ടിയുമാണ് 2020 പാർട്ടി. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രൂപം കൊണ്ടു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ മുന്നണി രൂപം കൊണ്ടു എന്നുള്ളതാണ്. ഈ 2020 ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതെയാക്കണം എന്ന് ഇവിടുത്തെ LDFും UDFും അതുകൂടാതെ വെൽഫെയർ പാർട്ടി, SDPI, PDP അങ്ങനെ 25 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ജനകീയ മുന്നണി രൂപം കൊണ്ട് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരേ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരേ വാഹനത്തിൽ ഇവരുടെ എല്ലാം കൊടികൾ നാട്ടിക്കൊണ്ട് പ്രചരണം നടത്തുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പരസ്പരം കടിച്ചു കീറുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ, അതും വർഗീയ ശക്തികളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് 2020 എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ ഞങ്ങൾ മത്സരിച്ച പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് 2020 ഇതിനു മുമ്പ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഞങ്ങൾ വലിയ പ്രതിപക്ഷമായി മാറി. കിഴക്കമ്പലം പഞ്ചായത്തിൽ 21 വാർഡുകളിൽ 14 വാർഡുകളിൽ ഞങ്ങൾക്ക് 50% കൂടുതൽ വോട്ടുകൾ നേടി വിജയം വരിക്കാൻ സാധിച്ചു. ആ പഞ്ചായത്ത് ഭരിക്കാനും സാധിച്ചു. ഐക്യനാട് 2020 മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിപക്ഷം പോലുമില്ലാതെ 14 സീറ്റുകളിൽ 14 സീറ്റ് നിന്ന പഞ്ചായത്താണ് ഐക്യനാട്. ഇത്തവണ അത് 16 സീറ്റായി മാറി. ആ 16 സീറ്റും പ്രതിപക്ഷം പോലുമില്ലാതെ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ 25 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ടും ഇന്നും 2020 അതിൻ്റെ നില കഴിഞ്ഞതിനേക്കാൾ 10% ഉയർത്തിയെന്ന് മാത്രമല്ല, 2 പഞ്ചായത്തുകൾ പോയപ്പോൾ പുതുതായിട്ടുള്ള 2 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്ന് 4 പഞ്ചായത്തുകളുടെ ഭരണം
2 പഞ്ചായത്തുകളിൽ ഞങ്ങൾ പ്രതിപക്ഷമായിട്ടിരിക്കുന്നു. ഇടുക്കിയിൽ ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. തൃക്കാക്കര ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഇതിനെല്ലാം പുറമെ 12.2% ഈ 882 സീറ്റുകളിലായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് 2020 പാർട്ടി എത്രമാത്രം വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രിതമായിട്ട് ഇതുപോലെ ആക്രമിക്കുന്ന സമയത്തും പിടിച്ചു നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റിയെന്നുള്ളതാണത്. പക്ഷേ കേരളം ഭരിക്കുന്ന LDFും പ്രതിപക്ഷത്തിരിക്കുന്ന UDFിൻ്റെയും അജണ്ട അവർ അപകടം, അതായത് 2020 ഇതേ രീതിയിൽ വളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രധാന ശത്രു 2020 മാറുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷണ മത്സരമായിരുന്നു ഇത്തവണ നടന്നത്. അപ്പം ഞങ്ങൾ ഒരു പക്ഷേ നമുക്കറിയാം, ഈ കഴിഞ്ഞ 14 വർഷക്കാലത്തിനുള്ളിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അവരുമായിട്ട് യോജിക്കാനോ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇന്ന് LDFും അതുപോലെ തന്നെ UDFും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പല ഘട്ടങ്ങളിലും ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതിനുള്ള വിവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു, ആരുമായിട്ട് അങ്ങനെ ഒരു സഹകരണം വേണ്ട. കാരണം UDF LDF എന്ന് പറയുമ്പോൾ ഈ കേരളത്തെ മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച് ഈ കേരളം ഒരു അനാഥാലയമാക്കിയ 2 പാർട്ടികളാണ്. അപ്പോൾ അവരുമായിട്ട് ആശയപരമായിട്ട് യോജിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു അലയൻസ് വേണ്ട എന്ന് തീരുമാനമെടുത്തത്. പക്ഷേ ഇന്ന് ആ ദുഷ്ടശക്തികൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എടുത്തു കളയാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഞങ്ങളൊരു പുനർചിന്തനം നടത്തി. ഞങ്ങളെ സംബന്ധിച്ച് 2012 2020 കിഴക്കമ്പലം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണമെന്നോ ഏതെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെന്നോ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. ഇവിടെ LDFും UDFും ഭരിച്ച് ഈ കേരളത്തെ നശിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങൾ അവശത അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അതിനൊരു മാറ്റം വരണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം തുരങ്കം വെച്ച് അതിനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ നിലപാടുകൾ എടുത്തപ്പോഴാണ് ഞങ്ങൾ അധികാരത്തിൽ കൂടി മാത്രമാണ് ഇവിടെ വികസനം നടത്താൻ പറ്റൂ, ഇവിടെ ഒരു മാറ്റം നടത്താൻ പറ്റൂ എന്നുള്ള അറിവ് ആണ് ഞങ്ങളെ 2015 തിരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനുമായിട്ടുള്ള തീരുമാനത്തിലേക്കും മാറ്റിയത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണാമം വരണം. നമുക്ക് 14 വർഷം മുമ്പ് ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്തുള്ള സാഹചര്യങ്ങളല്ല എന്നുള്ളത്. പലരും ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കില്ല എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് സഖ്യമുണ്ടാക്കി? ഞാൻ പറഞ്ഞു, 2012 ഒരിക്കലും രാഷ്ട്രീയത്തിട്ട് വരണ്ട എന്ന് തീരുമാനിച്ചിരുന്ന പ്രസ്ഥാനം 2015 മത്സരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. 2016 രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായുള്ള സാഹചര്യം വന്നു. അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും ഉണ്ടായ പരിണാമമാണ് ഇപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത്.
അതിൻ്റെ ഒരു കാരണം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടുത്തെ ഇടതും വലതും ചേർന്ന് SDPIയും PDPയും വെൽഫെയർ പാർട്ടിയും ചേർന്ന് 25 പാർട്ടികളെ ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നൊരു തീരുമാനമെടുത്തപ്പോൾ അതിനെ അതിജീവിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ആ നിലപാടിലേക്ക് ഞങ്ങളെ മാറ്റിയത്. അപ്പോൾ ഒരു പക്ഷേ അന്ന് തുടങ്ങിയ അതിൽ നിന്നുള്ള സാഹചര്യങ്ങൾ മാറി ആ ഒരു പരിണാമം ഇന്നത്തെ ആധുനിക സമൂഹത്തിന്, യുവതലമുറയ്ക്ക്, ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ഒരു മാറ്റം, ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഞങ്ങളെടുത്തത്. ഇതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാര്യം ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തതാണോ എന്ന്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെപ്പറ്റി പുറലോകം അറിയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് ആ സമ്മേളനം നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ്. ഇത് 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFൻ്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFൻ്റെ കൂടെ കൂടണമെന്ന് ഒരാൾ പോലും അഭിപ്രായമുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഭൂരിപക്ഷം ആളുകളും NDAയുടെ കൂടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ യോഗത്തിൽ യുക്തമായ തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. പിന്നെ പലരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ 2020 പാർട്ടി പിളർന്നു, 2020യുടെ ഒരുപാട് അംഗങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയി എന്നല്ല. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലും ഒരു പരിണാമം നടക്കുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള മനോവിഷമങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അത് 2012 ഞങ്ങൾ ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഇതിൻ്റെ ഭാഗമായിരുന്ന CPMൻ്റെ അംഗങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടുപോയി. അംഗങ്ങളായിരുന്ന BJPയുടെ അംഗങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയി. കോൺഗ്രസിൻ്റെ അംഗങ്ങളും വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. അതൊരു പരിണാമമായിരുന്നു. 2016 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. പക്ഷേ പാർട്ടി വീണ്ടും ശക്തിയായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇതും ഞങ്ങളെ സംബന്ധിച്ചൊരു പരിണാമമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തീരുമാനം ഞങ്ങളെടുത്തു. ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന രീതിയിലേക്ക് വളർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ സാഹചര്യത്തിലേക്ക് വളർന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു സഖ്യത്തെ കാണുന്നത്, ഈ ഒരു തീരുമാനത്തെ കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു കുതിപ്പായിട്ടാണത്. നമുക്കറിയാം,
കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു 50 വർഷം പിറകിലേക്ക് കൊണ്ടുപോയതല്ലാതെ ഒരു വളർച്ചയും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 10 മടങ്ങായിട്ടുള്ള വികസനം പ്രാപിച്ചു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ആന്ധ്രാപ്രദേശ്, സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച് വികസനത്തിൻ്റെ കുതിപ്പ് നടത്തുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കാരണം എന്താ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണത്. 10,000 കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിലേക്ക് ഒഴുകുന്നത്. നിരവധി ഹൈവേകൾ, നിരവധി വികസന പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ഷേപിക്കുന്നവരും മുതലക്കണ്ണുനീരൊഴുക്കുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടത്. ഈ ഒരു സഖ്യത്തിൽ കൂടി കേരളം എന്തുകൊണ്ടൊരു ആന്ധ്രാപ്രദേശ് ആയിക്കൂടാ? കേരളം എന്തുകൊണ്ട് ഒരു ഗുജറാത്ത് ആയിക്കൂടാ? എന്തുകൊണ്ട് 10,000 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു സംസ്ഥാനമായിക്കൂടാ? അപ്പോൾ അതാണ് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. ഇപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് CPM-കാരും കോൺഗ്രസ്സുകാരും മുതലക്കണ്ണുനീരൊഴുക്കുകയാണ് ഞങ്ങളുടെ ഈ സഖ്യത്തെ ഓർത്ത്. പരസ്പരം തെറി വിളിച്ച് ബദ്ധശത്രുക്കളായിരുന്ന ആളുകൾ ഒരേ വാഹനത്തിൽ അരിവാൾ ചുറ്റിയും കൈപ്പത്തിയും കെട്ടി 2020-യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഈ ആശയമെല്ലാം എവിടെയായിരുന്നു? അന്നൊന്നും ആർക്കും ഈ മുതലക്കണ്ണീര് കണ്ടില്ലല്ലോ. അപ്പോൾ അത്രയും നീചമായിട്ടുള്ള വൃത്തികെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയപ്പോൾ ആരും അതിനെപ്പറ്റി പരിതപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങൾ ഒരു തവണയല്ല, തുടർച്ചയായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, മോഡി സർക്കാർ, അതിനോടാണ് ഞങ്ങൾ സഖ്യം ചേർന്നിരിക്കുന്നത്. അല്ലാതെ ഈ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ല, ഇന്ത്യ ഭരിക്കുന്ന 12 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ പറയുന്ന 12 വർഷം മുമ്പ് ലോകം മുഴുവനായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം കിട രാജ്യത്തിൽ നിന്ന് വന്ന് പട്ടിണി കിടക്കുന്ന ആളുകളായിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്. വളരെ പുച്ഛത്തോടെയാണ് ഇന്ത്യക്കാരെ വീക്ഷിച്ചിരുന്നത്. തല കുനിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് തല ഉയർത്തി നിൽക്കാം ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നിൽക്കാവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ആ മാറ്റം കൊണ്ടുവന്നത്? അവരുമായിട്ടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, കേരളം ഒരു അനാഥാലയമായിട്ടാണോ മാറേണ്ടത്? എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു? ആരുണ്ടാക്കി ഈ സാഹചര്യം? ആ സാഹചര്യത്തിന് മാറ്റം വരണ്ടേ? ഈ കേരളം വീണ്ടും ഒരു ദരിദ്ര രാജ്യമായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? അതിന് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും 2020-ക്ക് അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2020-യുടെ NDA പ്രവേശനം, പലരും ഇതിനെ 2020 BJP-യിൽ ലയിച്ചു. അത് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. ഞങ്ങളും BJP-യുമായിട്ട് യാതൊരു വിധത്തിലുള്ള ലയനമോ അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്.
അതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു സഖ്യ കക്ഷിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആശയങ്ങളോ അവകാശങ്ങളോ ഞങ്ങളുടെ തീരുമാനങ്ങളോ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു സഖ്യമല്ല ഇത്. 2020 എന്ന് തുടങ്ങിയോ എന്തിനു വേണ്ടി തുടങ്ങിയോ അതേ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. അല്ലാതെ ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കൊടുത്തുകൊണ്ട് ഒരു സഖ്യത്തിലും ഞങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് BJPയുമായിട്ടുള്ള സഖ്യം, ഇത് NDA, ഒട്ടനവധി ഇന്ത്യയിലെ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഖ്യത്തിലാണ് ഞങ്ങളും ചേർന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പല ആളുകളും വിട്ടുപോയി എന്ന് ചില ന്യൂസുകളും അതിനെപ്പറ്റി അതേ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിട്ടുപോയവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, 2012 ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ഇതിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും വിട്ടുപോയിട്ടുണ്ട്. അതൊരു പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെടുത്ത നിലപാടിൽ നിന്ന് മാറിയപ്പോൾ അതുണ്ടായതാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു വിട്ടുപോക്കാണത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. കാരണം വിവിധ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാകും. അവരെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. കാരണം ഒരു മാറ്റം, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനമെടുത്തു, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തിക്കാനും തീരുമാനിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും കുറച്ച് പേര് പോയിന്ന് വരും. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 1, 2, 3 വ്യക്തികൾ പോയത് മാത്രമാണ് നമ്മൾ വലിയ തലക്കെട്ടോടുകൂടി അതിനെ പ്രസിദ്ധപ്പെടുത്തുന്നത്. പക്ഷേ ഒരാൾ പോകുന്ന സമയത്ത് 100 ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് ആരും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും പോകുന്നവരെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വിശ്വാസമാണ്. പോകുന്നവർ പോകട്ടെ. അതിനെ തടയാനോ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇടതും വലതും ന്യൂനപക്ഷങ്ങളെ ഓർത്ത്, ന്യൂനപക്ഷങ്ങളെ ചൊല്ലി ഒരുപാട് വിലപിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇവർ 2 ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അതിൻ്റെ രക്തം കൂട്ടി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ റോളാണ് LDFും UDF ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ രക്തമൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അവർ പരിഹാരം കാണുകയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. രാഷ്ട്രീയം എത്രത്തോളമുണ്ടോ അത്രയും കാലം ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് LDFും UDFും നടത്തുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ NDA പ്രവേശനം തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക, അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീരുമാനം ഇതിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും അതിലുള്ള എല്ലാ ആളുകളുടെയും അനുവാദത്തോടു കൂടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ്. എല്ലാവരും അത് മനസ്സിലാക്കി കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു കൂട്ടുകെട്ടിനെ അനുകൂലിക്കണം. രാഷ്ട്രീയം മറന്ന് കേരളത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ ഇതിനെ അനുകൂലിക്കുമെന്ന്
ഞാൻ വിചാരിക്കുന്നു.